ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേയിൽ ഉള്ളൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ക്യാഷ് അയക്കാൻ, ക്യാഷ് റിക്വസ്റ്റ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ പേ. അതേപോലെ തന്നെ പേ ടി എം, ഫോൺ പേ, സൂപ്പർ മണി, അങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ മണി ട്രാൻസാക്ഷനും മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താനൊക്കെ ഉപയോഗിക്കുന്നൊരു സംഭവമാണല്ലോ, ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലുള്ളൊരു അടിപൊളി സെറ്റിങ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു അഞ്ചാറ് ആൾ കൂടിയിട്ട് നമ്മളൊരു സിനിമക്ക് പോവുകയാണ്. സിനിമക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഞാനും, ടിക്കറ്റ് എടുക്കുന്ന നമ്മളുമാണ്. സിനിമക്ക് 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കിട്ടണം. നമ്മൾ ടിക്കറ്റ് റെഡി ക്യാഷ് കൊടുത്ത് എടുത്തു, പക്ഷേ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പൈസ കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഞാൻ. ആരോടും പൈസ പോയി ചോദിക്കാതെ, അല്ലെങ്കിൽ ആർക്കും ഓരോരുത്തർക്ക് വേണ്ടി പൈസക്ക് വേണ്ടി അയക്കാതെ ഒറ്റയടിക്ക് തന്നെ റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ എടുക്കുക, അതിലൊരു അക്കൗണ്ട് എടുക്കുക. ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ മുകളിലുള്ള ആ 3 ഡോട്ട് എടുക്കുക. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ തന്നെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും സ്റ്റാർട്ട് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആരൊക്കെയാണ് നമ്മളിപ്പോൾ സിനിമക്ക് പോന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ നമ്മളിതിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്തിട്ട് അവർ സിനിമക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവരെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് നെയിം എന്നുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കണം. നമ്മൾ മൂവി ടിക്കറ്റ്സ് എന്ന് കൊടുക്കാം. ഗ്രൂപ്പിൻ്റെ പേര് കേട്ടോ, മൂവി ടിക്കറ്റ്. അപ്പോൾ നമുക്ക് മൂവി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ്, അതായത് നമ്മൾ എത്ര രൂപ ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 110 രൂപയാണ് ടിക്കറ്റിനായിട്ടുള്ളതെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര ആവുക, 650 വെച്ച് നോക്കുമ്പോൾ 107 ആണല്ലേ. അപ്പോൾ നമ്മൾ 655 വെച്ച് നോക്കാം. അപ്പോൾ 93 വന്നിട്ടുള്ളൂ. നമുക്ക് എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ അവർ ഓരോരുത്തരും എത്ര രൂപയാണ് നമുക്ക് ചെയ്ത് തരേണ്ടത് എന്നുള്ളത് അവിടെ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ 675 അടിക്കുമ്പോൾ 96 രൂപയാണ് അവർ നമുക്ക് ചെയ്ത് തരേണ്ടത്. പക്ഷേ അതല്ല, നമ്മുടെ ഒരു 6 പേര് എണ്ണം നോക്കിയിട്ട് എത്രയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്, ആ ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോരുത്തർ നമ്മൾ പേ ചെയ്യേണ്ട പൈസ ഇവിടെ ഇങ്ങനെ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർ സെൻഡ് റിക്വസ്റ്റ്, ഈ താഴെ കാണുന്ന റിക്വസ്റ്റ് അതിൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം പോവും. ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവർക്ക് എത്തും. അവർ എന്ത് ചെയ്യും, അത് പേ ചെയ്യും, നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ സംഭവം. അപ്പോൾ ഇത് പലർക്കും അറിയാത്ത സംഭവമാണ്. മറ്റേ ഗൂഗിൾ പേയിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, പേര് കൊടുക്കുക, എത്ര എമൗണ്ട് നമുക്ക് ചിലവായി അതവിടെ അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താ വെച്ചാൽ, വേറെ കാര്യങ്ങളുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ മറ്റേ ടെലഗ്രാമിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്നും ഉള്ള ഓഫറുകൾ, ഓൺലൈൻ ഷോപ്പിങ്ങിനുള്ള ഓഫറുകൾ ഞാനിങ്ങനെ ഇതിൽ പോസ്റ്റ് ചെയ്യും. കിടില ഓഫറുകളായിരിക്കും. ആ ഓഫറുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ദുക്കാട്ടിൻ്റെ ഷൂ കണ്ടോ, ഫുട്വെയർ ഉണ്ടോ, 1599 രൂപയുടെ 319 രൂപയ്ക്ക് കിട്ടുന്നത്. അതിലും ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല വിലക്കുറവിൽ കിട്ടും. പ്യൂമൻ്റെ കണ്ടോ, 4000 രൂപയുടെ 942 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഓഫറുകൾ വരുമ്പോൾ ഞാനത് ഇതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ചാനലാണിത്. ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഇതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.